രാജ്യത്ത് വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരാണ് കോടിക്കണക്കിന് മനുഷ്യർ. നിശ്ചിത സമയം ജോലി ചെയ്ത് ശമ്പളം പറ്റുന്ന തൊഴിലാളികൾ, അങ്ങനെയുള്ള അനേകം കോടി ജനങ്ങൾ ചേർന്നതാണ് ഇന്ത്യ. തൊഴിലാളികളായ മനുഷ്യരുടെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ രാജ്യത്ത് നിരവധി തൊഴിൽ നിയമങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി 4 പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നത് 29 തൊഴിൽ നിയമങ്ങളായിരുന്നു, മറ്റു നിരവധി തൊഴിൽ ചട്ടങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഏകീകരിച്ച് ഇനി 4 തൊഴിൽ കോഡുകളാണ് നിലവിലുള്ളത്. വേതന വ്യവസ്ഥകൾ പറയുന്ന വെയ്ജ് കോഡ്, വ്യവസായ ബന്ധം വിശദീകരിക്കുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, സാമൂഹിക സുരക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സോഷ്യൽ കോഡ്, തൊഴിലാളി ഫാക്ടറി സുരക്ഷ വിവരിക്കുന്ന സുരക്ഷാ കോഡ്, ഇങ്ങനെയുള്ള 4 കോഡുകൾ. 29 പഴയ തൊഴിൽ നിയമങ്ങളുണ്ടായിരുന്നു. ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് ലളിതമാക്കി ഒന്നുകൂടി മോഡേണൈസ് ചെയ്ത 4 കോഡുകൾ ഇനി ഇന്ത്യൻ തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ സ്വാതന്ത്ര്യത്തിന് ശേഷം കൊണ്ടുവന്ന ഏറ്റവും വലിയ തൊഴിൽ പരിഷ്കാരം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന, അതേസമയം തന്നെ തൊഴിലാളികളെ നിയമിക്കുന്ന, നിയന്ത്രിക്കുന്ന കമ്പനികൾക്ക് നിയമങ്ങളെ ഒന്നുകൂടി ലളിതമാക്കുന്ന കോഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. 2020 പാർലമെൻറ്റ് പാസാക്കിയ തൊഴിൽ കോഡുകളാണിത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടപ്പിൽ വരുന്നത്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ മിനിമം വേതനം സംബന്ധിച്ച കാര്യങ്ങളാണ്. ഒരു തൊഴിലാളി 1 വർഷം തുടർച്ചയായി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ 1 വർഷം ജോലി ചെയ്യുന്ന എല്ലാ സ്ഥിര ജീവനക്കാർക്കും ഗ്രാറ്റുവിറ്റി ആനുകൂല്യത്തിന് അർഹതയുണ്ട്. നേരത്തെ ഇത് 5 വർഷം ജോലി ചെയ്ത ജീവനക്കാർക്കായിരുന്നു ഈ അർഹതയുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്ക് ദേശീയ തലത്തിൽ തന്നെ മിനിമം വേതനം നടപ്പാക്കാൻ പോവുകയാണ്. 5 വർഷത്തിലൊരിക്കൽ ഈ മിനിമം വേതനം പരിഷ്കരിക്കാനും തീരുമാനമായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിക്കുന്ന ഒരു വേതനം, ആ വേതനത്തിൽ അധികം ശമ്പളം കിട്ടാത്ത ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ബോണസ് തുകയും കമ്പനികൾ നൽകണം. വേതനം എന്ന് പറയുമ്പോൾ അതിൽ അടിസ്ഥാന വേതനം മാത്രമല്ല, അതിൽ DA, RA ഇതെല്ലാം ഉൾപ്പെടുമെന്നും പുതിയ ലേബർ കോഡ് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഗിഗ് ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഇനി തൊഴിലാളി എന്ന ഡെഫിനിഷൻ്റെ പരിധിയിൽ പെടുമെന്നാണ്. ഗിഗ് തൊഴിലാളികൾ എന്നാൽ ആരാണെന്ന് നമുക്കറിയാം. സ്വിഗ്ഗി, സൊമാറ്റോ, ഇൻസ്റ്റമാർട്ട് തുടങ്ങിയ ഡെലിവറി ജോബുകൾ ചെയ്യുന്നവർ ഉൾപ്പെടുന്ന മേഖലയാണ് ഗിഗ് തൊഴിലാളികൾ. 2020 സോഷ്യൽ സെക്യൂരിറ്റി കോഡ് പ്രകാരം ഇങ്ങനെയുള്ള ഗിഗ് തൊഴിലാളികൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായി നമ്മൾ കരുതി വന്നിരുന്ന തൊഴിലുടമ, ജീവനക്കാരൻ, ഇതിന് പുറത്തുള്ള മറ്റൊരു വർക്ക് അറേഞ്ച്മെൻ്റ് ആയിരുന്നു കാറ്റഗറൈസ് ചെയ്തിരുന്നത്. എന്നാൽ അവരും കൂടി ഇനി തൊഴിലാളി എന്ന ഗണത്തിൽ പെടുമെന്നർത്ഥം. അപ്രകാരം തന്നെ ഓരോ കമ്പനിയിലും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാൻ 40 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് തൊഴിലുടമകൾ വർഷം തോറും മെഡിക്കൽ പരിശോധനകൾ നിർബന്ധമായും സൗജന്യമായി നൽകേണ്ടതുണ്ട്. ഇതുമാത്രമല്ല, രേഖാമൂലമുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൂടാതെ ഒരു തൊഴിലാളിയെയും നിയമിക്കാൻ കഴിയില്ല. സ്ഥിരം ജീവനക്കാരാണെങ്കിൽ അവർക്ക് അവധി, നിയന്ത്രിത ജോലി സമയം, മെഡിക്കൽ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം സ്ഥിരം ജീവനക്കാർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ തന്നെ കരാർ ജീവനക്കാർക്കും ലഭിക്കേണ്ടതുണ്ട്. എല്ലാ കമ്പനികളും കൃത്യസമയത്ത് ശമ്പളം നൽകണം. എല്ലാ മാസവും 7-ാം തീയതിക്കകം ശമ്പളം ഉറപ്പാക്കണമെന്നും പുതിയ കോഡിൽ നിർദ്ദേശങ്ങളുണ്ട്. പുതിയ വ്യവസ്ഥകൾ പ്രകാരം സ്ത്രീകൾക്ക് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാം. ഖനനം പോലുള്ള വ്യവസായങ്ങളിലും ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷേ രാത്രി 7 മുതൽ രാവിലെ 6 വരെ ഏത് മേഖലയിലും സ്ത്രീകൾക്ക് ജോലി ചെയ്യാം. പക്ഷേ ആ ജോലി ചെയ്യുന്ന സമയത്ത് സുരക്ഷ അത് തൊഴിലുടമ ഉറപ്പാക്കണം. അപകടകരമായ ജോലി ചെയ്യുന്നവർക്ക് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ചേരൽ നിർബന്ധമാണ്. ESI ഇൻഷുറൻസ് കൊടുക്കണം. ജോലിക്കായി പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ അപകടത്തിൽപ്പെട്ടാൽ അത് തൊഴിലുമായി ബന്ധപ്പെടുത്തി ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വരും, നഷ്ടപരിഹാരം നൽകണം. തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചാണ് മറ്റൊരു മാർഗനിർദ്ദേശമുള്ളത്. തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഇല്ലാതാകുമെന്നാണ് ഈ കോഡുകളിൽ പ്രധാനപ്പെട്ട ഒരു ആശങ്കയുള്ളത്. പുതിയ കോഡ് പ്രകാരം 300-ലധികം തൊഴിലാളികൾ ഇല്ലെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ 300-ൽ താഴെ തൊഴിലാളികളെ ഉള്ളുവെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും തൊഴിലാളികളെ പിരിച്ചുവിടാം. നേരത്തെ ഇത് 100 തൊഴിലാളികൾ എന്നതായിരുന്നു മാനദണ്ഡം. അതുപോലെ തന്നെ പുതിയ നിയമപ്രകാരം 12 മണിക്കൂർ വരെ ജോലി സമയം അനുവദിക്കുന്നുണ്ട്.
ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലെങ്കിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്ക ഇതോടൊപ്പം ഉയരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് യൂണിയൻ പ്രവർത്തനങ്ങളിലാണ്. പുതിയ കോഡ് പ്രകാരം ഒന്നുകിൽ 100 തൊഴിലാളികൾ മെമ്പർഷിപ്പ് വേണം, അല്ലെങ്കിൽ ആകെ ജീവനക്കാരിൽ 10% പേർ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ കഴിയൂ. നേരത്തെ 7 തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ സംഘടന രൂപീകരിക്കാമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. തൊഴിലാളികളല്ലാത്തവർ ട്രേഡ് യൂണിയൻ ഭാരവാഹിത്വത്തിൽ വരാനും പാടില്ല. സമരം തുടങ്ങണമെങ്കിൽ 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. നോട്ടീസ് നൽകി ചർച്ചകൾ നടക്കുന്ന സമയത്ത് സമരം നടത്താൻ പാടില്ല. ഇനി ഇങ്ങനെയുള്ള വ്യവസ്ഥകളെ ലംഘിച്ചാൽ 50,000 രൂപ പിഴയും 1 മാസം തടവും ശിക്ഷയും ലഭിക്കും. ഈ 4 പ്രധാനപ്പെട്ട കോഡുകളെന്ന് പറയുന്നത്, ഒന്ന് കോഡ് ഓൺ വേജസ് ആണ്. 2019 കോഡ് ഓൺ വേജസ് പഴയ 4 നിയമങ്ങൾ ഒന്നിച്ചു ചേർത്ത്, പേയ്മെൻറ്റ് ഓഫ് വേജ് ആക്ട്, മിനിമം വേജ് ആക്ട് അടക്കമുള്ള 4 നിയമങ്ങളെ ഒന്നിച്ചു ചേർത്ത് ആണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. മിനിമം വേതനം, അതുപോലെ തന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ബോണസ്, ഓവർ ടൈം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന കോഡാണ് ഈ ഒന്നാമത്തെ കോഡ്. രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡാണ്. പഴയ ട്രേഡ് യൂണിയൻ ആക്ട്, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് തുടങ്ങിയ 3 നിയമങ്ങളെ ഒന്നിച്ചാണ് ഈ കോഡ് വന്നിട്ടുള്ളത്. 300-ൽ താഴെ ജീവനക്കാരുള്ള കമ്പനികൾക്ക് ലേ ഓഫ്, ക്ലോഷർ, അതുപോലെ തന്നെ സമരം ചെയ്യാൻ മുൻകൂട്ടി നോട്ടീസ് തുടങ്ങിയതൊക്കെ ഈ കോഡിലാണ് വരുന്നത്. മൂന്നാമത്തേത് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയാണ്. പഴയ 9 നിയമങ്ങൾ, EPF, ESI, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒന്നിച്ച് ചേർത്ത് നിർമ്മിച്ചതാണ് ഈ കോഡ്. ഗിഗ് വർക്കേഴ്സിനെ തൊഴിലാളികളാക്കി ഉൾപ്പെടുത്തിയത് ഈ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡാണ് നാലാമത്തേത്. പഴയ 13 നിയമങ്ങളെ, ഫാക്ടറീസ് ആക്ട് അടക്കമുള്ള 13 നിയമങ്ങൾ ഒന്നിച്ചു ചേർത്താണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലാണ് നിർബന്ധിത അപ്പോയിൻമെൻറ്റ് ലെറ്റർ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. സ്ത്രീകൾക്ക് രാത്രി ജോലി അനുവദിക്കുന്നത്, 40 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന, ഓവർ ടൈമിന് ഇരട്ടി വേതനം എന്നെല്ലാം ഈ കോഡിന് കീഴിൽ വരും. ഈ പരിഷ്കാരങ്ങൾ തൊഴിലാളികൾക്ക് അത്ര നല്ലതാണോ? സർക്കാരും വ്യവസായ സംഘടനകളും എല്ലാം പറയുന്നത് ഇത് തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷ കൊണ്ടുവരും, മിനിമം വേതനം കൊണ്ടുവരും, സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവരും, ഗ്രാറ്റുവിറ്റി ഉറപ്പാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതേസമയം കമ്പനികൾക്ക് നിയമങ്ങൾ കൂടുതൽ ലളിതമാവുകയാണ്. ഇത് കമ്പനികളിലേക്ക് കൂടുതൽ നിക്ഷേപം വരും, ഇവിടെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ട്രേഡ് യൂണിയനുകൾ ഇതിനെ വിമർശിക്കുകയാണ്. ഒന്ന്, ജോബ് സെക്യൂരിറ്റി ഇല്ലാതാകുമെന്ന് തന്നെയാണ്. മറ്റൊന്ന്, സ്ട്രൈക്ക് അവകാശം പരിമിതപ്പെടുത്തുകയാണ്. സമരം ചെയ്യാൻ ഇനി അല്പം പ്രയാസപ്പെടും. യൂണിയൻ്റെ പണികളും അല്പം പ്രയാസത്തിലാണ്. ഈ പുതിയ 4 ലേബർ കോഡുകൾ ചേർന്ന് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ തൊഴിലാളികളുടെയും തൊഴിൽ സാഹചര്യത്തെ എത്ര കണ്ട് മാറ്റുമെന്നതാണ് നോക്കിക്കാണുന്നത്. രാജ്യത്തിന്, കേന്ദ്ര സർക്കാരിന് ഒരു വ്യവസായ ആനുകൂലിക നയമുണ്ട്. ആ നയത്തോട് ചേർന്നുകൊണ്ടാണ് പുതിയ തൊഴിൽ ലേബർ കോഡുകൾ നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലെ കോടിക്കണക്കിന് തൊഴിലാളികളായ മനുഷ്യർ, അവരുടെ ജീവിതത്തെ, അവരുടെ തൊഴിൽ സാഹചര്യത്തെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയിലെ കോടിക്കണക്കിന് തൊഴിലാളികളായ മനുഷ്യർ അവരുടെ ജീവിതത്തെ, അവരുടെ തൊഴിൽ സാഹചര്യത്തെ, അവരുടെ വേതന വ്യവസ്ഥകളെ എല്ലാം ഈ ലേബർ കോഡുകൾ ബാധിക്കുമെന്നതിൽ സംശയമില്ല.